വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ സ്റ്റുഡൻസ് നമ്മളിപ്പോഴും സ്റ്റുഡൻസ് ആണല്ലേ. അപ്പൊ എല്ലാവർക്കും കൂട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു യാത്ര അടിച്ച് പൊളിച്ച് സന്തോഷത്തോടുകൂടി ഇനിയൊരു ഓർമ്മയിലൂടെ ഇനിയും വീണ്ടും വീണ്ടും വിനോദയാത്രകൾ പോകാനും അതുപോലെ തന്നെ ഗെറ്റ് ടുഗദർ പ്രചോദനമായിക്കൊണ്ട് എന്തായാലും ഈ ഒരു യാത്ര തുടങ്ങുകയാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. തടലത്തരമതിലും മതിലില്ല മനസ്സുകളിലെ പ്രണയത്തിൽ കൈവിട്ടേ എല്ലാരും പാട് ചുമ്മാ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എനിക്കൊരു മാവിലോ
വീഡിയോ വീഡിയോ പോരെ. വളരെ നല്ല മനോഹരമായിരുന്നു. നല്ല മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കളിക്കാൻ പറ്റാത്ത ഞങ്ങളെയും ഒരുപാട് കളിപ്പിച്ചു. വളരെ നന്ദി എല്ലാവർക്കും. ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും വളരെ സന്തോഷം. കാരണം ഒരു മാസത്തെ ലീവിന് വന്നപ്പോ
20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ ഇനി ഈ ഒരു നിമിഷം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇനി ഈ ഒരു നിമിഷം മതി, അതായത് ഈ ഒരു ദിവസം മതി ഇനിയുള്ള 11 മാസം എനിക്ക് ഓർക്കാൻ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം കുറേ പേരെ കണ്ടുമുട്ടി. ഞാൻ 10th കഴിഞ്ഞിട്ട് കാണാത്ത കുറെ പേര്, അതായത് നമ്മുടെ SSLC എക്സാം കഴിഞ്ഞതിന് ശേഷം കാണാത്ത ഒരുപാട് പേരുണ്ട്. ഈ അച്ചു ആയിക്കോട്ടെ, സൗമ്യ ആയിക്കോട്ടെ, കുറെ പേരുണ്ട്. അവരെയൊക്കെ കണ്ടുമുട്ടി വളരെ സന്തോഷമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 21 വർഷം കഴിഞ്ഞിട്ട് കാണുകയാണെങ്കിൽ പോലും സ്റ്റിൽ നമ്മൾ 10th ഒരു ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ 10th ഒരു ടൂർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ഓരോ പ്രോഗ്രാംസ് ഇനി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയട്ടെ. എന്തായാലും അതുപോലെ തന്നെ ഇബ്രാഹിം പറഞ്ഞൊരു കാര്യം, അതും വളരെ നല്ലൊരു ഇതാണ്. പിന്നെ പ്രധാനമായിട്ടും മെയിനായിട്ട് പറയേണ്ടത് ഇബ്രാഹിമിന്റെ കോർഡിനേഷനാണ്. കാരണം നമ്മൾ ടൂർ ഇനീഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒരാളെ കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഇനീഷ്യേറ്റ് ചെയ്ത് ഇത്രയും വളരെ മനോഹരമായിട്ട് നടത്തിയതിന് പ്രത്യേക താങ്ക്സ് ഇബ്രാഹിമിനാണ്. അത് മാത്രമല്ല നമ്മുടെ മൻസൂറും അതുപോലെ തന്നെയാണ്. ഒരുപാട് പേരെ അവൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അങ്ങനെ ഒരുപാട് കണ്ടക്ട് ചെയ്യാനും അവനും കഴിഞ്ഞു. അതുപോലെ നമ്മുടെ മഞ്ജുളയും. കാരണം നമ്മളൊക്കെ ഓരോ തിരക്കുകളിൽ പെടുന്ന സമയത്ത് ഇവരൊക്കെയാണ് ഓരോ ഗേൾസിനെ ആയിക്കോട്ടെ ബോയ്സിനെ ആയിക്കോട്ടെ വിളിച്ച് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് വരാൻ പറയാനും ഇതിലൊക്കെ നിന്നുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബുഷ്ര ഫുഡ് വളരെ മനോഹരമായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഇത്രയേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ നമുക്ക് ഒരുപാട് യാത്രകൾ പോകാൻ കഴിയട്ടെ, ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. നമ്മുടെ 1 ഡേ ടൂർ എന്നുള്ളത് 2 ഡേയും 3 ഡേയും ആയി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് എവ്രിവൺ. കോർഡിനേഷൻ സൂപ്പർബായിരുന്നു. പിന്നെ അത്യാവശ്യം എല്ലാവരും പങ്കെടുത്തു. പിന്നെന്താ നമ്മുടെ റീൽസ് പ്രിപ്പറേഷനും അതിന്റെ രസകരമായ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ എൻജോയബിൾ ആയിരുന്നു. താങ്ക് യു. ഇത്രയും അധികം മനോഹരമാണെന്ന് കരുതിയില്ല. ഇത്രയും പേര് പങ്കെടുക്കാൻ പറ്റുന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ എങ്കിലും ടൂർ ഗംഭീരായി, കോർഡിനേഷൻ സൂപ്പറായിരുന്നു, ഫുഡ് സൂപ്പറായിരുന്നു. ഇനിയും 1 ഡേ 2 ഡേ 3 ഡേ ആക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത് വൈകിയാണെങ്കിലും ഞാൻ ഈ ടൂർ പ്ലാൻ ചെയ്തെന്ന് അറിഞ്ഞു. ഞാൻ നല്ല ഹാപ്പിയായി, നന്നായി എൻജോയ് ചെയ്തു. താങ്ക്സ്. 10th ശേഷം ഇപ്പോഴാണ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരെയും കാണുന്നത്. ഭയങ്കരമായി എൻജോയ് ചെയ്തു. ഇന്നത്തെ ദിവസം ഈ വർഷം ഫുള്ളായി മറക്കാൻ പറ്റത്തില്ല. വെരി താങ്ക്സ്. എന്തായാലും നല്ല ഫണ്ണായിരുന്നു. കാലാകാലം ഓർത്തു വെക്കാൻ ഒരു ഓർമ്മയായിട്ട് എല്ലാവർക്കും, കോർഡിനേറ്റർ ആയാലും ഭക്ഷണമായാലും എല്ലാത്തിനും നല്ല താങ്ക്സ്. മക്കൾക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റി. ഇതൊന്നും എനിക്ക് കിട്ടാത്ത അവസരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. വിചാരിച്ചതേ അല്ല ഈ ടൂറ്. ഞാൻ വരാൻ പറ്റുന്നേ വിചാരിച്ചതല്ല. നിങ്ങൾ എപ്പോഴും ഓരോരുത്തർ ചേരുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഫോട്ടോസ് കാണുമ്പോ ഇതുപോലെയൊന്നും എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് ഞാൻ എന്തായാലും സന്തോഷിച്ചു. ഭയങ്കര സന്തോഷം, അറിയാനേ വാക്കുകളില്ല. ഫുഡ് സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. അടിച്ചു പൊളിച്ചു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കഴിയും. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം വരാനുള്ള ഇത് തീരുമാനിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഫുഡ് ഏർപ്പാടാക്കി തന്നിട്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് ആവാനായിരുന്നു പ്ലാന്. കാരണം എൻ്റെ മുത്തശ്ശി വന്നിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഉമ്മാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വരാനായിരുന്നു പ്ലാന്. പക്ഷെ അവർ ക്യാൻസൽ ചെയ്ത് വരും. പിന്നെ ലാസ്റ്റ് ഇക്കാണ്ട് ഐഡിയ ആയിരുന്നു, നാളെ ഇവിടെ പത്രിപ്പാലി മോണ്ടസിനിയിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നീ പോയിക്കോ, ടൂറിന്റെ കാര്യം പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഗ്യാപ്പ് പറഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാരും പറഞ്ഞില്ല. അമ്മായിപ്പിനെ അറിയാണ്ടിരുന്നാ മതി, അവരെന്തായാലും കാണില്ലല്ലോ. ബാക്കി ആരറിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഫുഡ് കാണില്ല, കുഴപ്പമില്ല. ഫുഡിന്റെ കാര്യം അതുപോലെ കുറച്ച് ചെറുതായിട്ടൊരു ഇത് വന്നു. അത് കാരണം ജിലേബി ഓർഡർ ചെയ്ത് കിട്ടിയില്ല. പക്ഷെ അല്ല, നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഗംഭീരാക്കാം. ഞാൻ നോക്കാം, ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ വെച്ച് എല്ലാവർക്കും അടുത്ത ട്രിപ്പ് നോക്കാം. ശരിട്ടോ. സന്തോഷം. അവിടെ ഒരാളുണ്ട്. നമ്മുടെ പ്രതീക്ഷയിലും കൂടുതൽ ഭംഗിയായി പരിപാടികളൊക്കെ. വളരെ സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ എല്ലാ നമ്മുടെ ക്ലാസ്മേറ്റുകളും എല്ലാവരും വന്നതിലും എല്ലാത്തിലും പങ്കെടുത്തതിലും വളരെയധികം സന്തോഷമായി. ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പരിപാടികളൊക്കെ ഭംഗിയാക്കാൻ ഇനിയും ശ്രമിക്കുക. എല്ലാവരും ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്, പ്രത്യേകിച്ച് ഭക്ഷണം എല്ലാം
യാത്രയും എല്ലാ സൗകര്യങ്ങളും സന്തോഷം. എല്ലാവർക്കും വന്നതിനും പങ്കെടുത്തതിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അത്രയും സന്തോഷമുണ്ട്. കരയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ലേഡീസിനോട്. അതല്ല, അവര് ഇങ്ങനെ വന്നല്ലോ, അതില് എനിക്ക് വളരെ പറയണം. എടാ, നമ്മുടെ കൂടെ ഇങ്ങനെ വന്നല്ലോ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട്, അതിനാണ് വലിയ സന്തോഷം. ഇനി ഇതിനും വെച്ച് വലിയ ഗംഭീരമാവട്ടെ, എല്ലാവരും കൂടി വരട്ടെ. സെറ്റ്, ഇത്രേ ഉള്ളൂ. അടിപൊളി. എന്തടിപൊളി? ടൂർ അടിപൊളി. എന്തെങ്കിലും 2 വാക്ക്. കുഴപ്പമില്ല, നന്നായിട്ട് ടൂറ് അടിപൊളി. മതി. കുഴപ്പമില്ല, സംഭവം ഉഷാറായിരുന്നു. അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 2004 കഴിഞ്ഞതാണ്. 21 വർഷത്തിന് ശേഷം 21 വർഷം ശേഷം നമ്മൾ ഒന്നിച്ചു. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. പലരെയും കാണാൻ കഴിഞ്ഞു. ഓക്കെ, സന്തോഷം എല്ലാവരോടും. ഈ ഒഴിഞ്ഞു മാറിയവർക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരുടെ അടുത്തും ഒരു നന്ദിയാ പറയാനുള്ളത്. ഇന്നത്തെ ടൂറ് അടിപൊളിയാക്കാൻ സഹകരിച്ച നമ്മളുടെ കൂടെ പഠിച്ച എല്ലാവർക്കും ദൈവത്തിനും നന്ദി. സംഭവം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ പരിപാടി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സംഭവം എല്ലാവരുടെയും ഡ്യൂട്ടി പരമാവധി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും നന്നായി ചെയ്തു. ഇനിയും ഇതുപോലുള്ള നല്ല ടൂർ പ്രോഗ്രാംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അത് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാവരും ഓരോരുത്തരുടെ ജോലിയും മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും എഫേർട്ടും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ എഫേർട്ട് എല്ലാം വാല്യൂ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു തവണ കൂടി നന്ദി എല്ലാവരോടും പറയുന്നു. അടുത്ത പരിപാടി ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത തവണ ഇൻചാർജ് ആരെയും എടുത്ത് നല്ല രീതിയിൽ ഭംഗിയാക്കി നടത്താം. ഓക്കെ, താങ്ക് യു. ഒരു 2 കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടാ. 2-3 കാര്യങ്ങൾ. ഈ ടൂറിന് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത, ആദ്യമായിട്ട് എഫേർട്ട് എടുത്ത സലാഹുവിനാണ് ഒരു നന്ദി പറയാനുള്ളത്. അവൻ്റെ ഹൗസ് വാമിങ് ഈ ആഴ്ച ആയിട്ട് പോലും മറ്റൊരാളാണെങ്കിൽ പോലും ഇന്ന് ടൂറിന് പങ്കെടുക്കില്ല. 100% ഉറപ്പാണ്. വേറൊരാളാണെങ്കിൽ പോലും ഇന്നത്തെ ടൂറിന് വരില്ല. പക്ഷെ നമ്മളെല്ലാവരും കാണണം, എൻജോയ് ചെയ്യുന്ന ഒരൊറ്റതില് അവൻ അത്ര എഫേർട്ട് എടുത്ത് വന്നതിനൊരു ബിഗ് സല്യൂട്ട്. പിന്നെ ഈ ടൂറിന് കോർഡിനേഷന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്ന മഞ്ജുള കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഷബ്ന, ഷാഹിദ, അതുപോലെ ബുഷറ എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ മൻസൂർ, അജ്മൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നീട് എല്ലാം നല്ല ബൂസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. ഹലോ, ആ പറച്ചിൽ നിർത്താൻ പറ്റും. ഹലോ, മൻസൂറാണ്. അത് എപ്പോഴും പറയണതാണല്ലോ. അപ്പൊ പരിപാടി ഉഷാറായി. ഒരുപാട് ആൾക്കാരെ വിളിച്ചു. കുറെ ആൾക്കാർ വരായെന്ന് പറഞ്ഞു, വന്നില്ല. കുറെ ആൾക്കാർ, പരമാവധി ആൾക്കാർ, എത്രത്തോളം ആൾക്കാരെ വിളിക്കാൻ പറ്റും അത്രത്തോളം ആൾക്കാരെ വിളിച്ചു. അതുപോലെ നമ്മുടെ ഇബ്രാഹിമും കുറെ ആൾക്കാരെ വിളിച്ചു, വന്നില്ല. അങ്ങനെ അവസാനം റജീവിനും മൊമ്മനും വിളിക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ നമ്മുടെ സലാമിന് രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ട് വിളിക്കാൻ 11 മണിക്ക് വിളിച്ചില്ല. രാത്രി 1 മണി വരെയൊക്കെയാണ് അവന് കാത്തിരുന്നത്. സലാം. അതേപോലെ ഒരുപാട് ആൾക്കാർ ഇനിയും വരാനുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം കുട്ടികളെയും എല്ലാ കുട്ടികളെയും കൂടി ചേർത്ത് നമുക്ക് അടിപൊളി പരിപാടിയാക്കാം. ഉഷാറാക്കി ചെയ്യാം. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഉഷാറാക്കണം അടുത്ത കൊല്ലം. 2 കാര്യം കൂടി പറയാം. അസ്സലാമലൈക്കും. ഞാൻ എന്താ പറയാനുള്ളത്, എല്ലാത്തിനും നന്ദി. ഭക്ഷണം നന്നു, ടൂറ് നന്നായിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടനാണ് ഞാൻ പറയുന്നത്. അടിപൊളി യാത്ര. പ്രത്യേകിച്ച് പറയാനുള്ളത് സലാമിന്റെ വീടിരിപ്പ് വിളിച്ചിട്ടുണ്ട്. സലാമിന്റെ വീടിരിപ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കാന്ന്, സഹകരണം ചെയ്തു കൊടുക്കാന്ന് അമീദിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമീദ് ഏറ്റെടുക്കാറുണ്ട്. നല്ല കാര്യം. അപ്പൊ എല്ലാവരുടെ ഗ്രൂപ്പിൽ പറയുന്നു. അത് അവനല്ലേ. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സോറി. എന്ന് പറഞ്ഞാല് കുറച്ച് ബിസി ആയിരുന്നു. അത് കാരണം നിങ്ങൾ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. എല്ലാം ഞാൻ ഹാരിസിനടുത്ത് ഫസ്റ്റ് പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് മാത്രം എനിക്ക് അയക്കി, ബാക്കി ഞാൻ ഗ്രൂപ്പിൽ കയറാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അവൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം വിളിച്ചു. ഹാരിസിന് ഫസ്റ്റ് ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കാൻ കാരണം ഹാരിസാണ്.
ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ. പക്ഷെ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്രാവശ്യം എന്തായാലും പോയേ പറ്റുമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് സക്സസ് ആയി. അപ്പൊ ഇനി ഇതുപോലെ അടുത്ത പ്രാവശ്യം നമുക്ക് അടുപ്പിച്ചിന് വേണമെന്നില്ല, മീൻസ് ഒരു വർഷത്തിൽ ഒരിക്കലും അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഓക്കെ, ബൈ ബൈ. റജീബ് ഓക്കെ.